ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ വലിഅസാതീദിനാ വലിൽ മുസന്നിഫീൻ വലിജമീഇൽ മുഅ്മിനീൻ. ഇനി അക്സ് മുസ്തവിയെ കുറിച്ചാണ് പറയുന്നത്. അക്സ് ഒരു പരിവർത്തിത, അത് അക്സ് മുസ്തവി ഋജു പരിവർത്തിതവും വരാനിരിക്കുന്ന അക്സുൻ നഖീല് വിപരീത പരിവർത്തിതവുമാണ്. ഒരു വാക്യത്തിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ആശയമാണ് ശരിക്ക് അക്സുകൾ. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. നിർവചനം: ഹുവ അക്സ് മുസ്തവി തഹ്വീലു തൊറഫയിൽ ഖളിയത്തി, ഒരു ഖളിയന്റെ തർക്കവാക്യത്തിന്റെ രണ്ട് തൊറഫുകളെ മാറ്റം വരുത്തലാണ്. ബിജഅലി അഹദിഹിമാ മക്കാനൽ ആഖരി, ഒന്നിന്റെ സ്ഥാനത്ത് മറ്റേതിനെ ആക്കിക്കൊണ്ട് വ്യത്യാസം മാറ്റം വരുത്താം. ഒരു ഖളിയന്റെ രണ്ട് തൊറഫുകൾ, രണ്ട് ഭാഗങ്ങൾ. ഹംലിയായ ഖളിയാണെങ്കിൽ ഒന്ന് മൗലൂഉം മറ്റേത് മഹ്മൂലുമായിരിക്കും. മൗലൂഇന്റെ സ്ഥാനത്ത് മഹ്മൂലിനെയും മഹ്മൂലിന്റെ സ്ഥാനത്ത് മൗലൂഇനെയും ആക്കാം. ഇൻസാൻ നാത്തിഖാണ് എന്ന് പറയുമ്പോൾ നാത്തിഖുകൾ ഇൻസാനാണ് എന്നും മനസ്സിലാക്കിയെടുക്കാലോ. അത് ഖണ്ഡിതമാണോ അല്ലേ? എത്രമാത്രം അതിൽ ഖണ്ഡിതമായി വരും? ചിലയിടത്തൊക്കെ ശരിയായതുകൊണ്ട് കാര്യമില്ല, എല്ലായിടത്തും ശരിയാവണം. ഒരു നിയമം പറഞ്ഞാൽ കുല്ലിയാണ്. അപ്പോ അത് ഏതൊന്നിലും ഒരു തർക്കവാക്യം പറഞ്ഞാൽ, ഒരു ഖളിയ പറഞ്ഞാൽ അതിനാൽ ഉരുത്തിരിഞ്ഞു വരുന്ന അതിൽ തന്നെ, അതുകൊണ്ട് തന്നെ തെളിയിക്കാൻ പറ്റുന്ന മറ്റൊരു ആശയം ആ അക്സ് മുസ്തവി. അതിന്റെ നിയമങ്ങളും വ്യവസ്ഥകളുമാണ് പറയുന്നത്. മഅ ബഖാഇസ് സിദ്ഖി, സിദ്ഖ് അവശേഷിക്കലോടുകൂടെ. ശേഷം പറയുന്നു വ ബഖാഇൽ കൈഫി, കൈഫും അവശേഷിക്കലോടുകൂടെ. ഇതാണ് ഇപ്പൊ ശരിക്ക് അക്സ് മുസ്തവിന്റെ നിർവചനം. തഹ്വീലു തൊറഫയിൽ ഖളിയത്തി ബിജഅലി അഹദിഹിമാ മക്കാനൽ ആഖരി മഅ ബഖാഇസ് സിദ്ഖി വ ബഖാഇൽ കൈഫി. സിദ്ഖും കൈഫും അവശേഷിക്കുക. സിദ്ഖ് അപ്പോ ഒന്നാമത്തേത് സാദിഖാണോ, ആ നിലക്ക് രണ്ടാമത്തേതും സാദിഖാവണം. ഒന്നാമത്തേതിനെ കാദിബായിട്ടാണ് പരിഗണിക്കുന്നതെങ്കിൽ ആ നിലക്ക് രണ്ടാമത്തേതിനെയും കാദിബായി പരിഗണിക്കാൻ പറ്റണം. കൈഫ് എന്ന് പറഞ്ഞാൽ ഈജാബ് സൽബ്, ആ വിധായകത്തിലും നിഷേധത്തിലും യോജിക്കണം എന്ന് പറഞ്ഞാൽ അസ്ൽ ഖളിയ മൂജബാണോ, അതിന്റെ അക്സും മൂജബായിരിക്കണം. അല്ല അസ്ൽ ഖളിയ സാലിബാണോ, അതിന്റെ അക്സും സാലിബായിരിക്കണം. മഅ ബഖാഇസ് സിദ്ഖി, സിദ്ഖ് അവശേഷിക്കണം എന്ന് പറഞ്ഞാൽ ബി അൻ ലൗ ഫുരിള സിദ്ഖുൽ അസ്ലി കാനൽ അക്സു സാദിഖൻ ബിഹസബിഹി, അല്ലെങ്കിൽ ബിഹസ്ബിഹി. അസ്ല് സാദിഖാണോ, ലൗ ഫുരിള സങ്കൽപ്പിക്കപ്പെടുകയാണെങ്കിൽ, സിദ്ഖുൽ അസ്ലി അടിസ്ഥാന വാക്യം ഖളിയ സാദിഖായിട്ടാണ് പരിഗണിക്കുന്നതെങ്കിൽ, സങ്കല്പിക്കുന്നതെങ്കിൽ, കാനൽ അക്സു, അക്സും സാദിഖൻ സാദിഖാവണം ബിഹസ്ബിഹി, ആ ഒന്നാമത്തേതിന്റെ
അവസ്ഥക്കനുസരിച്ച്. ഒന്നാമത്തേതിന് സാദിഖായിട്ടാണ് വിളിക്കേണ്ടത്, നഫ്സുല്ലാമുള്ള സാദിഖോ ഖാദിബോ എന്തോ ആവട്ടെ, ആ ഒന്നാമത്തെ അവസ്ഥ ഏതൊരു നിലക്ക് സാദിഖായി പണിക്കുന്നോ ആ നിലക്ക് രണ്ടാമത്തേത് അതിന് എതിര് വരാൻ പാടില്ല, സാദിഖായിരിക്കണം. കൈഫ് അവശേഷിക്ക എന്ന് പറഞ്ഞാൽ ബി അന്നഹു തീർച്ചയായും കാര്യമാവൽ കൊണ്ട് അതിന്റെ രൂപം പറയുന്നു. തസ്വീർ ഇൻകാനൽ അസ്ലു മൂജബൻ, അസ്ല ഖദിയ മൂജബാണെങ്കിൽ, ഔ സാലിബൻ അതല്ലെങ്കിൽ സാലിബായിരിക്കും എങ്കിൽ കാനൽ അക്സു അക്സ് ആകുന്ന രണ്ടാം ഖദിയയും കദാലിക്ക അപ്രകാരം ആവണം. മൂജബാണെങ്കിൽ ഇവിടെ മൂജബാവണം, അവിടെ സാലിബാണെങ്കിൽ ഇവിടെയും സാലിബാവണം. ഫൽ മൂജബത്തുൽ കുല്ലിയത്തു, അവിടെ മൂജബ കുല്ലി, ഏത് മൂജബ കുല്ലിയും മൂജബ കുല്ലിയായി അക്സാവില്ല എന്ന് പറഞ്ഞാൽ ഒരു മൂജബ കുല്ലിയായ ഖദിയ പറഞ്ഞതുകൊണ്ട് ഈ വിധത്തിൽ മൗലൂനെ മഹ്മൂലും മഹ്മൂലിനെ മൗലൂമാക്കി മാറ്റി പറഞ്ഞാൽ മൂജബ കുല്ലിയായി പറയുന്ന ആശയം സ്ഥിരപ്പെടൂല. ശരിയാവാം, ശരി ആവാതിരിക്കാം. പക്ഷെ മൂജബ ജുസ്ഇയായി അക്സാവാം, മൂജബ ജുസ്ഇയായി അക്സാവാം. ഇനി മൂജബ ജുസ്ഇയാണ് അസ്ല ഖദിയ എന്നുണ്ടെങ്കിൽ അതും മൂജബ ജുസ്ഇയായി അക്സാവാം. അപ്പൊ ഫൽ മൂജബത്തുൽ കുല്ലിയത്തു, മൂജബ കുല്ലി, വൽ ജുസ്ഇയത്തു മൂജബ ജുസ്ഇയും തൻഅകിസു അക്സാകും മൂജബത്തൻ ജുസ്ഇയത്തൻ, മൂജബ ജുസ്ഇയായി അക്സാകും. മൂജബ കുല്ലി ആണ് എന്ന് കരുതിയിട്ട് തിരിച്ചു പറയുമ്പോൾ കുല്ലിയായി പറയാൻ പറ്റില്ല. ഫഅക്സു ഖൗലിന, അപ്പൊ നമ്മുടെ ഖൗലിന്റെ അക്സ് കുല്ലു ഇൻസാനിൻ ഹയവാനുൻ എന്ന് പറഞ്ഞു, അത് മൂജബ കുല്ലിയ. ഇനി അത് തന്നെ മൂജബ ജുസ്ഇ ആയിട്ട് പറഞ്ഞു, ബഅദുൽ ഇൻസാനി ഹയവാനുൻ എന്ന് പറഞ്ഞു. ഏത് പറഞ്ഞാലും അക്സ് ജുസ്ഇ ആയിട്ടേ വരുള്ളൂ. അപ്പൊ ഇത് രണ്ടിന്റെയും അക്സ് യക്കൂനു അതാകും ബഅദുൽ ഹയവാനി ഇൻസാനുൻ എന്നേ വരുള്ളൂ. ഇൻസാൻ എന്ന് ആദ്യം പറഞ്ഞ മൗലൂവിന്റെ സ്ഥാനത്ത് ഹയവാൻ എന്ന മഹ്മൂലിനെയും ആക്കി, ഹയവാൻ എന്ന് മഹ്മൂലായി പറഞ്ഞതിനെ ഇൻസാൻ എന്ന് മൗലൂ ആയി പറഞ്ഞതിനെ ഖബറായിട്ട് മഹ്മൂലാക്കിയും മാറ്റി, ഹയവാൻ എന്ന് മഹ്മൂലായി പറഞ്ഞതിനെ മൗലൂ ആക്കി മുബത്തദാക്കി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരികയും ആദ്യം പറയുകയും ചെയ്തു. അപ്പൊ കുല്ലു ഇൻസാനിൻ ഹയവാനുൻ എന്ന് പറഞ്ഞതിനെ തിരിച്ച് ഇൻസാൻ ഹയവാനാണ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ തിരിച്ച് ഹയവാൻ ഇൻസാനാണ് എന്ന് പറയാം. അത് ജുസ്ഇ ആയി പറയാനേ പറ്റുള്ളൂ. ബഅദുൽ ഹയവാനി ഇൻസാനുൻ. സാലിബ കുല്ലി സാലിബത്തുൽ കുല്ലിയത്തു, ഏത് സാലിബ കുല്ലിയും അക്സ് മുസ്തവിയാണോ അത് സാലിബ കുല്ലിയായിട്ട് തന്നെ അക്സാവാൻ പറ്റും. പറ്റാത്ത ഒരു രൂപവും വരൂല. തന്നകിസു അത് അക്സാവും, സാലിബത്തൻ കുല്ലിയത്തൻ സാലിബ കുല്ലിയായിട്ട് അക്സാവും. സാലിബ ജുസ്ഇ ആക്കേണ്ട ആവശ്യമില്ല. മൂജബ കുല്ലി മൂജബ കുല്ലിയായിട്ട് അക്സാവൂല, മൂജബ ജുസ്ഇ ആയിട്ട് അക്സാവുള്ളൂ. എന്തുകൊണ്ടാണ് കുല്ലിയായിട്ട് അക്സായാല് സംശയം വരും. ഇപ്പോ കുല്ലു ഇൻസാനിൻ നാത്തിഖുൻ എന്ന് പറയും പോലെ അക്സാക്കിയിട്ട് കുല്ലു നാത്തിഖിൻ ഇൻസാനിൻ എന്ന് തിരിച്ചും പറഞ്ഞൂടെ? രണ്ടും ശരിയല്ലേ? പക്ഷെ അവിടെ ശരിയാണെങ്കിലും അത് എല്ലായിടത്തും പറ്റിക്കൊള്ളണമെന്നില്ല. പറ്റാത്തതിന്റെ ഉദാഹരണമാണ് കിതാബിൽ പറഞ്ഞ കുല്ലു ഇൻസാനിൻ ഹയവാനിൻ എന്ന് പറഞ്ഞത്. അവിടെ നേരെ മറിച്ച് കുല്ലു ഹയവാനിൻ ഇൻസാനും ഇങ്ങോട്ട് തിരിച്ചു പറയാൻ പറ്റൂല്ലോ. എല്ലാ ഹയവാനും ഇൻസാനല്ലല്ലോ. അപ്പൊ പറയുമ്പോ അത് ഏത് മാതകളിലും ഏത് ഉദാഹരണങ്ങളിലും അത് ഫിറ്റാവണം, ലാസിമായി വരണല്ലോ. അപ്പൊ അങ്ങനെ തന്നെ സ്ഥിരപ്പെടണം. അത് എവിടെയെങ്കിലും വന്നതുകൊണ്ട് കാര്യമില്ല. സാലിബ കുല്ലി അങ്ങനെയല്ല, എല്ലായിടത്തും വരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സാലിബ കുല്ലി എക്സ് ആകുമ്പോഴും സാലിബ കുല്ലി ആയിട്ട് തന്നെ എക്സ് ആകും. അപ്പൊ ഫയകൂനു അക്സു ഖൗലിന, നമ്മുടെ ഖൗലിന്റെ അക്സ് ലാ ശൈഅ മിനൽ ഇൻസാനി ബിഹജരിൻ എന്ന ആ ഖൗലിന്റെ അക്സ്,
ലാ ശൈഅ മിനൽ ഹജരി ബി ഇൻസാനിൻ എന്ന് സാലിബ കുല്ലി ആയിക്കൊണ്ട് തന്നെ പറയാം. ഇൻസാൻ ഒന്നും ഹജറല്ല എന്നാണല്ലോ പറയുന്നത്. ഹജർ ഒന്നും ഇൻസാനും അല്ല എന്ന് തിരിച്ചു പറയാൻ പറ്റും. അത് പറ്റാത്ത ഒന്നും ഉണ്ടാവില്ല. എവിടെയും പരിശോധിച്ച് നോക്കി പറ്റും. ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് ഇതൊന്നും അതല്ല എന്നാണോ പറയുന്നത്, അതൊന്നും ഇതല്ല എന്ന് ഇങ്ങോട്ടും തിരിച്ചു പറയാം. സാലിബ ജുസ്ഇയ്യെ അത് അക്സാവൂല. വലാ യനക്സു സാലിബത്തുൽ ജുസിയ്യത്തു. സാലിബ ജുസി അക്സാവൂല. സാലിബ ജുസി കുല്ലിയായിട്ടും അക്സാവൂല, ജുസിയായിട്ടും അക്സാവൂല. മുത്തലഖൻ നിരുപാധികം. മുജബ കുല്ലിയായിട്ട് അക്സാവൂലെങ്കിലും ജുസിയായിട്ട് അക്സായിരുന്നു. സാലിബ ജുസി മുത്തലഖൻ അക്സാവൂല എന്ന് പറഞ്ഞാൽ ലാ ഇലാ കുല്ലിയത്തിൻ കുല്ലിയായിട്ടും അക്സ് വരൂല, വലാ ഇലാ ജുസിയത്തിൻ ജുസിയായിട്ടും അക്സ് വരൂല. കാരണം അതൊക്കെ ഒരു സാലിബ ജുസ്ഇ പറഞ്ഞത് കൊണ്ട് അതിന്റെ വിപരീതം പറയാൻ സ്ഥിരപ്പെടാൻ പ്രയാസം. സ്ഥിരപ്പെട്ടാൽ പിന്നെ അത് ഖണ്ഡിതമാവുമാണല്ലോ. ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ്. ഇത് അക്സുൻ നഖീലിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാണ് വിപരീത പരിവർത്തിതമാണ്. അക്സുൻ നഖീൽ എന്ന് പറഞ്ഞാൽ ഹുവ തബ്ദീലു ത്വറഫയിൽ ഖളിയത്തി ബിജഅലി നഖീലി സാനി അവ്വലൻ വ നഖീലിൽ അവ്വലി സാനിയൻ. ഒന്നിലധികം രൂപങ്ങൾ ഇതിനുണ്ട്. ഇവിടെ പറയുന്നത് തബ്ദീലു ത്വറഫയിൽ ഖളിയത്തി, ഖളിയന്റെ രണ്ട് ത്വറഫുകൾ, ഹംലിയാണെങ്കിൽ മൗദൂഉം മഹ്മൂലും, ഷർത്തിയാകുമ്പോൾ മുഖദ്ദമും താലിയായിരിക്കും. ഈ രണ്ട് ത്വറഫുകളെ തബ്ദീൽ ചെയ്യാ, തഹ്വീൽ ചെയ്യാ. നേരെ അത് മാറ്റല്ല. അക്സ് മുസ്തബി ആയപ്പോ മൗദൂവിനെ നേരെ മഹ്മൂലാക്കുകയും മഹ്മൂലിനെ നേരെ മൗദൂ ആക്കി തിരിച്ചു പറയുക ചെയ്തിരുന്നത്. ഇവിടെ നഖീലനെയാണ് മറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തബ്ദീൽ ചെയ്യുന്ന രൂപം ബിജഅലി നഖീലി സാനി, രണ്ടാമത്തേതിന്റെ നഖീലനെ അവ്വലൻ അവ്വലാക്കുക, വ നഖീലിൽ അവ്വലി അവ്വലിന്റെ നഖീലനെ സാനിയൻ സാനിയുമാക്കുക, രണ്ടാമതുമാക്കുക. നേരത്തെ പറഞ്ഞ അക്സ് മുസ്തവി ഇൻസാൻ ഹയവാനാണ് എന്നതിനെ ഹയവാൻ ഇൻസാനുമാണ് ഇങ്ങോട്ട് തിരിച്ചു പറയുന്ന രീതിയെന്നു. ഇതങ്ങനല്ല. ആദ്യം ഓരോന്നിനും നഖീലാക്കാണ്. അപ്പൊ ഇൻസാന്റെ നഖീല ലാ ഇൻസാന്, ഹയവാന്റെ നഖീല ലാ ഹയവാന്. അതിന്റെ വിപരീതത്തിനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുന്നത്. അപ്പൊ ഇൻസാൻ നാത്തിഖാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നാത്തിഖ് അല്ലാത്തത് ഇൻസാൻ അല്ല എന്ന് കിട്ടുമോ? അതേ കിട്ടും. ഇൻസാൻ നാത്തിഖാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നാത്തിഖ് അല്ലാത്തത് ഇൻസാനും അല്ല എന്ന് ഇങ്ങോട്ട് തിരിച്ചു പറയാൻ പറ്റുമോ? ഓരോന്നിന്റെയും വിപരീതം എടുത്തിട്ട് മറിച്ച് പറയാം. അവിടെ സിദ്ഖ് അവശേഷിക്കലോടുകൂടെ, വൽ കൈഫി കൈഫും അവശേഷിക്കലോടുകൂടെ. അപ്പോ ആദ്യത്തേത് സാദിഖാണോ, രണ്ടാമത്തേതും സാദിഖാവണം. ആദ്യത്തേത് മൂജബ ആണോ, രണ്ടാമത്തേതും മൂജബ ആവണം. ആദ്യത്തേത് സാലിബാണോ, രണ്ടാമത്തേത് സാലിബയാവണം. അപ്പൊ ഈജാബ് സെൽബ് എന്ന് പറഞ്ഞ വിധായക നിഷേധങ്ങളിലും മാറ്റം വരാൻ പാടില്ല. സിദ്ഖ് കദിബിലും മാറ്റം വരാൻ പാടില്ല. ഫഅക്സു നഖീലിൽ മൂജബത്തി, മഹ്സൂറാത്തുൽ അർബഅ കാര്യമായി നമുക്ക് പറയേണ്ടി വരിക. അപ്പൊ മൂജബ കുല്ലി എങ്ങനെ അക്സാകും, മൂജബ ജുസി എങ്ങനെ അക്സാകും, സാലിബ കുല്ലി എങ്ങനെ അക്സാകും, സാലിബ ജുസി എങ്ങനെ അക്സാകും എന്നുള്ളതാണ് നോക്കേണ്ടത്. അക്സ് മുസ്തവിയില് മൂജബിന്റെ കാര്യത്തിൽ പറഞ്ഞ നിയമങ്ങളൊക്കെ ഇവിടെ സാലിബക്ക് വരും. അക്സ് മുസ്തവിയില് സാലിബക്ക് പറഞ്ഞ നിയമങ്ങളൊക്കെ ഇവിടെ മൂജബക്കും വരും. അക്സ് നഖീലില് അത് മൂജബക്കായിരിക്കും.
അതുകൊണ്ട് പറയുന്നു ഫഅക്സു നഖീൽ മൂജബത്തിൽ കുല്ലിയത്തി, മൂജബ കുല്ലിന്റെ അക്സു നഖീൽ മൂജബത്തുൻ കുല്ലിയത്തുൻ, അത് മൂജബ കുല്യന്നെ ആവും, ജുസി ആക്കേണ്ട ആവശ്യമില്ല. അക്സ് മുസ്തബിയിൽ നമ്മൾ ആ നിയമമാണ് സാലിബക്ക് പറഞ്ഞിരുന്നത്. സാലിബ കുല്ലി ആയിക്കൊണ്ട് തന്നെ അക്സാവും എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ മൂജബ കുല്ലി ആയിക്കൊണ്ട് തന്നെ അക്സാകും. അപ്പൊ മിസ്ലു കുല്ലു ഇൻസാനിൻ ഹൈവാനുൻ, ഇത് അസ്ല ഖളിയാണ്. അതിന്റെ അക്സ് നഖീൽ എടുക്കുമ്പോ ഇൻസാന്റെ നഖീല ലാ ഇൻസാന്, ഹൈവാന്റെ നഖീല ലാ ഹൈവാന്. എന്നിട്ട് ആ ലാ ഹൈവാൻ എന്ന മഹ്മൂലിനെ മൗദൂആക്കി മാറ്റാണ്. കുല്ലു ലാ ഹൈവാനിൻ, ഇൻസാന്റെ നഖീല ലാ ഇൻസാനി എന്നല്ലോ, അതിനെ അങ്ങോട്ട് മഹ്മൂലാക്കി കൊണ്ടുപോവാണ്. അപ്പൊ കുല്ലു ലാ ഹൈവാനിൻ ലാ ഇൻസാനുൻ, ഹൈവാൻ അല്ലാത്ത ഒന്നും ഇൻസാനും അല്ലാത്തതാണ്. അപ്പൊ എന്നകിസു അത് അക്സാകും ഇലാ ഖൗലിന, നമ്മുടെ ഖൗലിലേക്ക് കുല്ലു ലാ ഹൈവാനിൻ ലാ ഇൻസാനുൻ എന്നായിരിക്കും കുല്ലു ഇൻസാനിൻ ഹൈവാൻ എന്നതിന്റെ അക്സുൻ നഖീൽ. നേരത്തെ അക്സ് മുസ്തബിയിൽ സാലിബ ജുസ്ഇക്ക് അക്സ് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ ആ അവസ്ഥ ഇവിടെ മൂജബക്ക് വരും. മൂജബ ജുസ്ഇക്ക് അക്സ് ഉണ്ടാവില്ല. വലാ അക്സ ലിൽ മൂജബത്തിൽ ജുസിയത്തി, മൂജബ ജുസ്ഇക്ക് അക്സ് ഇല്ല. സാലിബ അത് കുല്ലിയാണെങ്കിലും വേണ്ടില്ല, ജുസി ആണെങ്കിലും വേണ്ടില്ല, ജുസി ആയിട്ടേ അക്സ് ആവുള്ളൂ. വസാലിബത്തു കുല്ലിയത്തൻ കാനത്ത് ഔ ജുസ്ഇയത്തൻ, ഏതാണെങ്കിലും തന്റെ അക്സാകും ഇലാ സാലിബത്തിൻ ജുസിയത്തിൻ, സാലിബ ജുസിയിലേക്ക് അക്സാകും. ഈ അവസ്ഥയാണ് അക്സ് മുസ്തവിയിൽ മൂജബക്ക് പറഞ്ഞിരുന്നത്. മൂജബ കുല്ലി ആണെങ്കിലും മൂജബ ജുസി ആണെങ്കിലും അക്സ് മൂജബ ജുസി ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ആ അവസ്ഥ ഇവിടെ സാലിബക്ക് വരുന്നു. അക്സുൻ നഖീലില് സാലിബ കുല്ലി ആണെങ്കിലും സാലിബ ജുസി ആണെങ്കിലും സാലിബ ജുസി ആയിട്ടാണ് അക്സാവുക. അപ്പൊ ആ നിലക്ക് ഫയക്കൂന് അക്സാകും നഖീലി ഖൗലിന ലാ ശൈഅ മിനൽ ഇൻസാനി ബിഫർസിൻ എന്നതിന്റെ നഖീലന്റെ അക്സുൻ നഖീല. ലാ ശൈഅ മിനൽ ഇൻസാനി ബിഫർസിൻ, ഇൻസാൻ ഒന്നും ഫർസല്ല. അപ്പോ ഇൻസാന്റെ നഖീല ലാ ഇൻസാന്, ഫർസിന്റെ നഖീല ലാ ഫർസ്. ആ ലാ ഫർസ് എന്ന മഹ്മൂലിനെ മൗദൂആക്കണം. ലാ ഇൻസാനി എന്നതിനെ മഹ്മൂലാക്കി കൊണ്ടുപോകും വേണം. പിന്നെ കുല്ലിയാണ്, കുല്ലിയ സാലിബ കുല്ലിയായിട്ട് ഇവിടെ അക്സാവുല്ലോ, അതും ജുസിയാക്കി മാറ്റും വേണം. അപ്പൊ ബഅ്ദുൽ ലാ ഫർസി ലൈസ ബിലാ ഇൻസാനിൻ എന്ന് വരും. ഫർസ് അല്ലാത്ത ഒന്ന്, അത് ഇൻസാനും അല്ലാത്തത് അല്ല. ഖളിയ ബഅ്ദുൽ ലാ ഫർസി ലൈസ ബിലാ ഇൻസാനിൻ എന്ന് പറയുമ്പോ ആ അക്സ് മഅദൂലത്തു തുർഫൈനിയാണ്. കാരണം മൗളൂഇന്റെ ഭാഗമായിട്ടും നെഫിന്റെ അർഫുണ്ട്, മഹ്മൂലിന്റെ ഭാഗമായിട്ടും നെഫിന്റെ അർഫുണ്ട്. അതോടൊപ്പം ലൈസ എന്നതുകൊണ്ട് മഹ്മൂലിന്റെ മൗളൂവിനെ തൊട്ട് സെൽബിന്റെ അർഫായി വന്നു. അപ്പൊ സാലിബയുമാണ്. ബഅ്ദിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സാലിബ ജുസിയായി. ബഅ്ദുൽ ലാ ഫർസി ലൈസ ബിലാ ഇൻസാനിൻ എന്ന് വരും. ഇനി സാലിബ കുല്ലിയല്ല സാലിബ ജുസി ആയിരുന്നെങ്കിൽ അതാ രണ്ടാമത്തെ ഖളിയ. ബഅ്ദുൽ ഇൻസാനി ലൈസ ബി ഫർസിൻ, ഇൻസാന്റെ ബഅ്ദ് ഫർസല്ല എന്ന് പറഞ്ഞു. അപ്പോ ബഅ്ദുൽ ഇൻസാൻ, ഇൻസാന്റെ നഖീല ലാ ഇൻസാന്, ഫർസിന്റെ നഖീല ലാ ഫർസ്. ആ ലാ ഫർസിനെ ഇങ്ങോട്ട് മൗദൂആക്കി കൊണ്ടുവരണം. ലാ ഇൻസാനെ മഹ്മൂലാക്കിയിട്ടാണ് കൊണ്ടുപോകും വേണം. അപ്പൊ ബഅ്ദുൽ ലാ ഫർസി ലൈസ ബിലാ ഇൻസാനിൻ എന്ന് വരും. സാലിബ കുല്ലിയാകുന്ന ലാ ശൈഅ മിനൽ ഇൻസാനി ബി ഫർസിൻ എന്നതിന്റെ അക്സുൻ നഖീലും സാലിബ ജുസിയാകുന്ന ബഅ്ദുൽ ഇൻസാനി ലൈസ ബി ഫർസിൻ എന്ന് പറഞ്ഞതിന്റെ അക്സുൻ നഖീലും ഒക്കെ ഒന്നെന്നെ. ബഅ്ദുൽ ലാ ഫർസി ലൈസ ബിലാ ഇൻസാനിൻ സാലിബ ജുസികളായിരിക്കും.